ക്രിസ്മസിന് വേണ്ടിയിട്ട് ഇവിടുത്തെ സിറ്റി സെൻറ്റർ അലങ്കരിച്ചിരിക്കുന്നത് കണ്ടില്ലേ. ഇവിടെ ഒരു സിറ്റി സെൻറ്ററിൻ്റെ അടുത്ത് ഒരു പബ്ലിക് സ്കേറ്റിംഗ് ഉണ്ട് കേട്ടോ. നമ്മൾ പോളണ്ടിൽ പോയപ്പോൾ കണ്ട അതേ സംഭവമാണ് കേട്ടോ. ക്രിസ്മസ് ട്രീ നല്ല കിടിലനായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഈ കാണുന്നതാണ് സ്വീഡിഷ് രാജാവിൻ്റെ പാലസ് കേട്ടോ. ഇവിടെ സ്വീഡനിൽ ഇപ്പോഴും രാജാവുണ്ട്. പുള്ളിക്ക് വലിയ വിലയൊന്നുമില്ല, എന്നാലും പേരിനൊരു രാജാവുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു മെയിൻ ഏരിയ ആണ്. ക്രിസ്മസ് പ്രമാണിച്ച് ഫുള്ള് ഒരുപാട് ലൈറ്റ്സൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുകയാണ് കേട്ടോ. അതിമനോഹരമായിട്ടാണ് കാഴ്ചകൾ. അതിമനോഹരമായിട്ടുള്ള ഒരു ആർച്ച്. ഇതാണ് സ്റ്റോക്ക്ഹോം സ്യൂൾ, അതായത് ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ. നമ്മുടെ പിള്ളയൊക്കെ തകർത്ത് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. NK എന്ന് പറഞ്ഞ സംഭവം. ഇത് അടച്ചിട്ടിരിക്കുകയാണ്. ഇത് വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ പുറത്തും അകത്തും ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി അകത്ത് പോകാൻ പറ്റില്ല കേട്ടോ, ക്ലോസ്ഡ് ആണ്. നമ്മളിപ്പോൾ കാണുന്നത് NK സൂപ്പർ മാർക്കറ്റിൻ്റെ വെളിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ആസ്ട്രിഡ് ലിങ്കരൻ എന്നറിയപ്പെടുന്ന പ്രമുഖയായിട്ടുള്ള സ്വീഡിഷ് എഴുത്തുകാരിയുടെ ചില കഥകളിൽ നിന്നെടുത്തിട്ടുള്ള കഥാസന്ദർഭങ്ങളാണ് കേട്ടോ. അത് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഓരോ കഥാപാത്രങ്ങളെയും ഇവിടെ അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു നീണ്ട നിര തന്നെ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ വെളിയിൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. നമ്മളൊരു ഡിന്നർ കഴിക്കാനായിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് കേട്ടോ. വേണ്ടായിരുന്നു സ്റ്റോക്ക്ഹോം ട്രിപ്പ് പറഞ്ഞു. നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വന്നതാണ് കേട്ടോ. സംഭവം ക്ലോസ് ആണ്.
ഗൂഗിൾ മാപ്പിൽ ഓപ്പൺ എന്നാണ് കാണിക്കുന്നത്, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ക്ലോസ് ആണ് കേട്ടോ. ഇതാണ് സംഭവം, ഇന്ത്യൻ ഗാർഡൻസ്. ഓക്കെ, രണ്ടാമത്തെ ഒരെണ്ണം നോക്കി, അതും ക്ലോസ്ഡ് ആണ് കേട്ടോ. കറക്റ്റായിട്ട് ഗൂഗിളിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അല്ലേ ഇന്ത്യൻ ഖാനക്കോ മിലേഗാ ആജ്? नहीं मिलेगा. സാധനം നമ്മൾ കണ്ടുപിടിച്ച സ്ഥലം ഇതാണ് കേട്ടോ. ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ആംബിയൻസ്. അച്ഛാ ഇതർ രശ്മി എങ്ങനെയുണ്ട്? കൊള്ളാം. യെസ്, ക്യാൻഡിൽ ലൈറ്റ് ഒക്കെ. ഗേബിക്കൊന്നുമില്ലേ? ഇന്ന് ഡിസംബർ 25 ക്രിസ്മസ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് രാവിലെ പുറത്തു പോകുന്നില്ല. ഉച്ച കഴിഞ്ഞൊരു മലയാളം കുർബാനയുണ്ട് കേട്ടോ. അപ്പോൾ അത് കൂടാനായിട്ട് നമ്മൾ പോകുന്നുണ്ട്. കുറച്ച് മലയാളം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മലയാളീസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ ഹോട്ടൽ റൂമിൻ്റെ ജനാലയ്ക്കകത്തു നിന്നുള്ള വ്യൂസാണ് കേട്ടോ ഇത്. രാത്രിയിൽ നല്ല രസമുണ്ടായിരുന്നു. ഇതൊരു വലിയൊരു ഓഫീസ് ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ കുറച്ച് ഫ്ലാറ്റും സൊസൈറ്റികളും ഒക്കെയാണ്. ഹേ കിയറ, മെറി ക്രിസ്മസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ചർച്ചിൽ നിന്നിട്ടാണ്. നമ്മളിപ്പോൾ 2 ദിവസത്തിന് ശേഷം വണ്ടി എടുക്കുകയാണ് കേട്ടോ പള്ളിയിലോട്ട് പോകാനായിട്ട്. ശ്രീ, കഴിഞ്ഞ രാഷ്ട്രത്തിൽ തെറ്റുമോ വഴി? ഓക്കെ, അപ്പം നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ട്. ഇതാണ് പള്ളി കേട്ടോ. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. എല്ലാവർക്കും ക്രിസ്മസിന്റെയും നവവത്സരത്തിന്റെയും മംഗളങ്ങൾ ആശംസിക്കുന്നു. നിങ്ങളോട് ഈ കൊച്ചു മനുഷ്യനെ കാണാം. രാജകുമാരിയോടൊത്തൊന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ, അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. Feliz Navidad, prospero anno y felicidad. Last time, I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas from the bottom of my heart. അപ്പോൾ പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതേ തിരിച്ച് താമസിക്കുന്ന ഹോട്ടലിലോട്ട് പോകാൻ കേട്ടോ. അടിപൊളി പരിപാടിയായിരുന്നു. കുർബാനയും കൂടി, അതുപോലെ തന്നെ ഒരു സ്നേഹം വരുന്നുണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നിൽക്കുകയാണ്. ഇനി നാളത്തെ ദിവസം നമ്മൾ തിരിച്ചു പോവുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ വാസ മ്യൂസിയം, അതായത് സ്റ്റോക്ക്ഹോമിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു അട്രാക്ഷനാണ്. അപ്പോൾ വാസ മ്യൂസിയവും പിന്നെ സമയമുണ്ടെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളുണ്ട്, NK മാൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നല്ല ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനായിട്ടാണ് കേട്ടോ. അപ്പം നാളെ കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ജനലിൻ്റെ പുറത്തെ കാഴ്ചകൾ മനോഹരമാണ്. അതെ, കണ്ടല്ലേ, ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ.